ഘടകകക്ഷികളുമായുള്ള ഹൈക്കമാൻഡിന്റെ കൂടിക്കാഴ്ച UDFിൽ ആരംഭിച്ചു. സംസ്ഥാന കോൺഗ്രസിൽ ഉണ്ടായിരുന്ന പരസ്പര പഴിചാരലുകൾ ഇനി ഉണ്ടാകില്ലെന്ന് ഘടകകക്ഷികൾ ഹൈക്കമാൻഡിന് ഉറപ്പു നൽകി. തെരഞ്ഞെടുപ്പുകൾ അടുത്ത സാഹചര്യത്തിൽ സ്ഥാനാർത്ഥി നിർണയത്തിലും സീറ്റ് വിഭജനത്തിലും അടക്കം നേരത്തെ തീരുമാനങ്ങൾ കൈക്കൊള്ളണമെന്നും നേതാക്കൾ പറഞ്ഞു. കോൺഗ്രസിൽ തർക്കങ്ങളും പിണക്കങ്ങളും ഉണ്ടാവുന്നത് പുതുമയുള്ള കാര്യമല്ല. ജനാധിപത്യ പാർട്ടിയായതിനാൽ അതൊക്കെ ഉണ്ടാകുമെന്നുള്ളതാണ് നേതാക്കൾ നൽകുന്ന മറുപടി. എന്നാൽ 2 ആഴ്ച മുൻപുണ്ടായിരുന്നത്ര കലുഷിതമല്ല സംസ്ഥാന കോൺഗ്രസിലെ ഇപ്പോഴത്തെ സാഹചര്യം. ഡൽഹി യോഗത്തിന് ശേഷമാണ് സമാധാന അന്തരീക്ഷത്തിലേക്ക് പാർട്ടി കടന്നത്. താൽക്കാലിക ആശ്വാസത്തിനിടയിലാണ് UDF ഘടകകക്ഷി നേതാക്കളുമായുള്ള ഹൈക്കമാൻഡിന്റെ കൂടിക്കാഴ്ച. ഘടകകക്ഷി നേതാക്കളെ ഓരോരുത്തരെയും കേരളത്തിന്റെ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി നേരിട്ടാണ് കാണുന്നത്. നേതാക്കൾ അഭിപ്രായങ്ങൾ ജനറൽ സെക്രട്ടറിയോട് പങ്കുവച്ചു. സീറ്റ് വിഭജനം നേരത്തെയാക്കണമെന്ന് CMP നേതാവ് CP ജോണും കേരള കോൺഗ്രസ് എമ്മിനെ UDFിൽ എടുക്കുന്നതിൽ ഡിമാൻഡുകൾ നിരത്തി എതിർപ്പില്ലെന്ന് മാണി സി കാപ്പനും അറിയിച്ചു. മുന്നണി വിപുലീകരണം ചർച്ചയായില്ലെന്ന് PJ ജോസഫ്. അനൂപ് ജേക്കബുമായുള്ള കൂടിക്കാഴ്ചയും കഴിഞ്ഞ ദിവസം നടന്നു. അതേസമയം മുസ്ലിം ലീഗ്, RSP എന്നിവരുമായി ഇന്ന് കൂടിക്കാഴ്ച നടത്തും. കേരള വിഷൻ ന്യൂസ്, തിരുവനന്തപുരം.